ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രബോധനം വാരികയിൽ സമസ്തക്കെതിരെ ഒരു ലേഖനം പ്രത്യക്ഷപ്പെട്ടു. അതിൽ സമസ്ത അധ്യക്ഷൻ സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങളെ വ്യക്തിപരമായി അധിക്ഷേപിക്കുന്ന തരത്തിൽ പോലും അവതരിപ്പിക്കുകയുണ്ടായി. സമസ്തയിൽ വീണ്ടും രാഷ്ട്രീയ മോഹം തളിരിടുമ്പോൾ എന്ന തലക്കെട്ടോടു കൂടിയാണ് ലേഖനം. ലീഗ് വിരുദ്ധ മനോഭാവം സമസ്തയിലെ ഒരു വിഭാഗം എല്ലാ കാലത്തും വച്ചുപുലർത്തിയിരുന്നു എന്നും സമസ്തയിൽ ഒരു വിഭാഗം ഇടത് ഫ്രാക്ഷൻ സമസ്തയിൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്നുവെന്നും സമുദായ ശിഥിലീകരണത്തിന് സമസ്ത ശ്രമിക്കുന്നു എന്നുമൊക്കെയാണ് ജമാഅത്ത് വാരികയുടെ വലിയ കണ്ടെത്തൽ. മുസ്ലിം സമുദായത്തിൻ്റെ പുരോഗമന ആശയങ്ങൾക്ക് തടയിടലാണ് സമസ്തയുടെ ലക്ഷ്യമെന്നുമൊക്കെ വാരിക എഴുതുമ്പോൾ ആരാണ് ഈ ബ്ലണ്ടൻ എഴുതിയിരിക്കുന്നത് എന്നും എവിടെയാണ് ഇത് വന്നത് എന്നതുമൊക്കെ ആരാണിത് പ്രസിദ്ധീകരിക്കുന്നത് എന്നുമൊക്കെ ഒന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ്. എല്ലാ കാലത്തും സമുദായത്തിനിടയിൽ ഭിന്നിപ്പിൻ്റെ സ്വരം കണ്ടെത്തി അതിൽ ആനന്ദം കണ്ടെത്തിയ കൂട്ടരാണ് ജമാഅത്തെ ഇസ്ലാമി. മുസ്ലിം സമുദായത്തിൻ്റെ പുരോഗമന ആശയങ്ങൾക്ക് തടയിടലാണ് സമസ്തയുടെ ലക്ഷ്യമെന്നുമൊക്കെ ജമാഅത്തെ ഇസ്ലാമി പറയുമ്പോൾ അവർ അല്പം ഒന്ന് ചിന്തിക്കേണ്ടേ. എന്നു മുതലാണ് ജമാഅത്തെ ഇസ്ലാമി ഇന്ത്യൻ ജനാധിപത്യത്തെ അംഗീകരിച്ചു തുടങ്ങിയതെന്ന മറുചോദ്യം മാത്രമാണ് അവർക്കുള്ള മറുപടി. ജനാധിപത്യം ഹറാമാണെന്ന നിലപാട് സ്വീകരിച്ച് സമുദായത്തെ പുറകോട്ട് കൊണ്ടുപോയവരാണ് ഈ ജമാഅത്തെ ഇസ്ലാമി. സമസ്തക്ക് രാഷ്ട്രീയമില്ല, വ്യക്തികൾക്ക് രാഷ്ട്രീയം ആകാം എന്ന പ്രഖ്യാപിത നയത്തിൽ ഒരു മാറ്റവും കാലമിന്നോളം സമസ്ത വരുത്തിയിട്ടില്ല. വർഷങ്ങൾക്ക് മുൻപ് ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ നയം എന്തായിരുന്നു എന്ന് ജമാഅത്തെ ഇസ്ലാമി ഒന്ന് വ്യക്തമാക്കട്ടെ. ഇപ്പോൾ എന്താണ് അവരുടെ നയം? ഇപ്പോൾ എങ്ങനെയാണ് അവർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്? ഇസ്ലാമിക ഭരണകൂടം ഇന്ത്യയിൽ വന്നാൽ മാത്രമേ ജനാധിപത്യം പൂർണ്ണമാകൂ എന്നല്ലായിരുന്നുവോ ജമാഅത്തുകാര നിന്റെ വാദവും നിന്റെ നയവും? നിങ്ങൾ ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF ചേർന്നല്ലായിരുന്നുവോ പ്രവർത്തിച്ചത്? അതിൻ്റെ തിക്തഫലം ഇന്നും UDF അനുഭവിച്ചു കൊണ്ടിരിക്കുകയല്ലേ? തുടർച്ചയായി 8 വർഷമാണ് ഇപ്പോൾ UDF കേരളത്തിൻ്റെ ചരിത്രത്തിലാദ്യമായി പ്രതിപക്ഷത്തിരിക്കുന്നത്. വലതും ഇടതും മാറി മാറിയും RSSുമായും ചർച്ച നടത്തിയും അവസരത്തിനൊത്ത് നിലപാട് മാറ്റുന്ന നിങ്ങൾക്ക് എന്ത് രാഷ്ട്രീയ നയം? എഴുത്തുകൾ കൊണ്ടുള്ള കുത്തുകൾ ജമാഅത്തിന് പുത്തരിയൊന്നുമല്ല, മുൻപും ഉണ്ടായിട്ടുണ്ട്. അബ്ദുൽ നാസർ മദനിക്കെതിരെ, PK കുഞ്ഞാലിക്കുട്ടി സാഹിബിനെതിരെ, അനേകം മുസ്ലിം സംഘടനാ നേതാക്കൾക്കെതിരെയൊക്കെ ആ എഴുത്തും കുത്തുമൊക്കെ വല്ലാതെ ഉണ്ടായിട്ടുണ്ട്. അതിപ്പോഴും നിർബാധം തുടരുന്നു. അതിൽ ഏറ്റവും അവസാനത്തെ ഒരു പേര് മാത്രമാണ് ബഹുമാന്യനായ സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ. ആ മുത്തുക്കോയ തങ്ങൾക്കെതിരെയും നിങ്ങളുടെ പേന ഇപ്പോൾ ചലിച്ചു. കണ്ടാൽ സമസ്തയെയും മുസ്ലിം ലീഗിനെയും പിന്തുണക്കുമെന്ന് തോന്നിപ്പിക്കുമെങ്കിലും വരികൾക്കിടയിൽ കൊടിയ വിഷം പുരുട്ടിയ ഈ ചഷകം കേരളത്തിലെ മുസ്ലിം മുഖ്യധാരക്ക് പുതുമയുള്ള ഒന്നല്ല. കാരണം എഴുതുന്നത് പ്രബോധനവും പറയുന്നതും പറയിപ്പിക്കുന്നതും ജമാഅത്തെ ഇസ്ലാമിയും ആണെന്ന് ആർക്കാണ് അറിയാത്തത്? മുസ്ലിം ലീഗും സമസ്തയും തമ്മിൽ ഭിന്നതയുണ്ടെന്ന് വരുത്തി തീർക്കുകയും അത് ഊതി വീർപ്പിക്കുകയും ചെയ്ത് അതിൽ നിന്നും മുതലെടുക്കുന്ന ജമാഅത്ത് നയം വില പോവില്ല. നിങ്ങൾ പറഞ്ഞു വെച്ച സ്ഥിതിയിൽ ചില കാര്യങ്ങൾ പറയാതെയും തരമില്ല. പല തരത്തിലുള്ള പ്രശ്നങ്ങളും കേരളത്തിലെ മുസ്ലിം സമുദായം കഴിഞ്ഞ കാലഘട്ടങ്ങളിലൊക്കെ നേരിട്ടിട്ടുണ്ട്. അതിനെയെല്ലാം സമുദായം അതിജീവിച്ചിട്ടുമുണ്ട്. 1921 മലബാർ സമരകാലം ഈ പ്രശ്നങ്ങളുടെ നൂറ്റാണ്ടിലെ വലിയ രക്തപങ്കിലമായ ചെറുത്തുനിൽപ്പായിരുന്നു അത്. അന്നും സംഘടിച്ചു നിന്നതിൻ്റെയും അസത്യത്തിനെതിരെ ശക്തമായി നിലയുറപ്പിച്ചതിൻ്റെയും പേരിലായിരുന്നു സമുദായം ആ ആക്രമണം ഏറ്റുവാങ്ങേണ്ടി വന്നത്. പിന്നീട് നാഥനില്ലാത്ത അവസ്ഥയിൽ മലബാറിലെ മുസ്ലിങ്ങൾ അലഞ്ഞു നടക്കുമ്പോഴാണ് ഈ സമൂഹത്തെ തെറ്റായ ദിശയിലേക്ക് കൊണ്ടുപോകാൻ പല വിഭാഗങ്ങളും അജണ്ടകൾ തയ്യാറാക്കി വരുന്നു എന്ന തിരിച്ചറിവ് അന്നത്തെ പണ്ഡിത നേതൃത്വത്തിനുണ്ടാകുന്നത്. ഇതേ തുടർന്ന് 1926 വഹാബിസത്തെ പ്രതിരോധിക്കുക എന്ന ആശയം മുൻനിർത്തിയും സുന്നത്ത് ജമാഅത്ത് പ്രചരിപ്പിക്കുക എന്ന ആശയം മുൻനിർത്തിയും സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഉദയം കൊള്ളുകയാണ്. പിന്നിട്ട 98 വർഷങ്ങൾ വലിയ വെല്ലുവിളികളെ തന്നെ സമസ്ത നേരിട്ടിട്ടുണ്ട്. പലതരത്തിൽ സമുദായത്തിനകത്തു നിന്നും പുത്തനാശയക്കാരും ഭരണകൂടങ്ങളിൽ നിന്നും മാധ്യമങ്ങളിൽ നിന്നും മറ്റുമൊക്കെ പലതരത്തിലുള്ള വെല്ലുവിളികൾ ഉണ്ടായപ്പോഴും സംഘടിത ശക്തി കൊണ്ടും സത്യം കൊണ്ടും നിലപാട് കൊണ്ടും സമസ്ത അതിനെയെല്ലാം അതിജീവിച്ചു പോന്നു. ആശയത്തെ ആശയം കൊണ്ട് തകർക്കാൻ കഴിയില്ലെന്ന് വന്നതിൽ പിന്നെയാണ് നുണകൾ കൊണ്ട് തകർക്കുവാനുള്ള ഗൂഢമായ ശ്രമങ്ങൾ ആരംഭിച്ചത്. അതിന് കാലങ്ങളുടെ പഴക്കമുണ്ട്. ജമാഅത്തെ ഇസ്ലാമി ജനാധിപത്യ വഴി ശരിയാണെന്ന് മനസ്സിലാക്കി തുടങ്ങിയത് മുതൽ അവർ മുഖ്യധാരയിലേക്ക് കടന്നു വരാൻ വലിയ മൂലധനങ്ങൾ ഒഴുക്കി.
മുസ്ലിം മുഖ്യധാരയുടെ അജണ്ടകൾ നിർണ്ണയിക്കുക എന്ന കുബുദ്ധിയിൽ പിറന്ന അജണ്ട മാത്രമാണ് മുഖ്യധാരയിലേക്കുള്ള കടന്നുവരവിന് തങ്ങളെ സഹായിക്കുക എന്ന് അവർ തിരിച്ചറിഞ്ഞു. ആ തിരിച്ചറിവിൽ അവർ പ്രവർത്തിച്ചു തുടങ്ങി. സ്വന്തമായി അച്ചടി മാധ്യമം പിറന്നതോടെ മാധ്യമ പ്രവർത്തനത്തിൻ്റെ മറവിൽ അജണ്ടകൾ ഓരോന്നോരോന്നാക്കി അവർ നടപ്പിലാക്കി തുടങ്ങി. സമുദായങ്ങളെ തമ്മിൽ ഭിന്നിപ്പിക്കുകയെന്ന അജണ്ടയായിരുന്നു അതിൽ പ്രബലം. പരമ്പരകൾ കൊണ്ടും ലേഖനങ്ങൾ കൊണ്ടും സമുദായത്തെയും അതിൻ്റെ നേതാക്കളെയും ക്രൂരമായി വേട്ടയാടി. കേരളത്തിലെ മുസ്ലിങ്ങളിൽ ഭൂരിഭാഗവും പ്രതിനിധീകരിക്കുന്നത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയിൽ ആയതുകൊണ്ട് തന്നെ ആ സംഘടിത രൂപത്തെ തകർക്കാൻ ഒരു വഴി തെരഞ്ഞു നടക്കലായിരുന്നു ജമാഅത്തെ ഇസ്ലാമിയുടെ പണി. അതൊരു അജണ്ടയായിരുന്നു എന്ന് വേണം പുതിയ കാലത്തെ നീക്കങ്ങൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ. പോയ കാലത്ത് അന്നത്തെ മുസ്ലിം സംഘടനാ നേതാക്കൾക്കെതിരെ ക്രൂരമായ വാർത്തകൾ പടച്ചുണ്ടാക്കാൻ പ്രത്യേക ട്രെയിനിങ്ങും അതിലൂടെ പ്രത്യേക മിടുക്കന്മാരെയും അന്നത്തെ റിപ്പോർട്ടർമാരാക്കി ജമാഅത്തെ ഇസ്ലാമി മാറ്റുകയും അങ്ങനെ അന്നത്തെ റിപ്പോർട്ടർമാർ യജമാനന്മാരോട് കൂടുതൽ ഭക്തി കാണിക്കുകയും ചെയ്തിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. മുസ്ലിം ലീഗിനെയും സമസ്തയെയും തകർക്കുവാനും തമ്മിലടിപ്പിക്കുവാനും വലിയ ശ്രമങ്ങൾ പലതരത്തിലുണ്ടായി. മുസ്ലിം മന്ത്രിമാർക്കെതിരെ ഇല്ലാ കഥകളുടെ പരമ്പരകൾ എഴുതി മുസ്ലിം സംഘടനകളെ തമ്മിൽ തെറ്റിക്കുക എന്ന കാര്യത്തിൽ അവർ ആനന്ദ നിർവൃതിയിൽ ആറാടുന്നതാണ് പിൽക്കാലത്ത് കണ്ടത്. അതൊരു മനോരോഗമായിരുന്നു ജമാഅത്തിൻ്റെ. നല്ലതിനെ തകർക്കുക, രഹസ്യമായി വലിഞ്ഞു കയറുക, സ്വന്തക്കാരെന്ന് തോന്നിപ്പിച്ച് തോളിലിരുന്ന് ചെവി കടിക്കുക തുടങ്ങിയവ ഒരു വിനോദമായിരുന്നു ജമാഅത്തിന്. അതിപ്പോഴും നിർബാധം തുടരുകയാണ് എന്ന് വേണം മനസ്സിലാക്കാൻ. സമസ്തയിൽ വലിയ പ്രശ്നങ്ങളുണ്ടെന്ന് വരുത്തി തീർക്കാൻ ബോധപൂർവം വാർത്തകൾ പടച്ചുണ്ടാക്കുന്ന പ്രവണത ഇന്ന് ഏറ്റവും തുടരുന്നത് ജമാഅത്ത് നിയന്ത്രിത ചാനലിൽ നിന്നാണ്. പറയപ്പെടുന്നു, സംശയിക്കപ്പെടുന്നു, അനുമാനിക്കാം തുടങ്ങിയ വാക്കുകൾ കൊണ്ട് അവർ കൈ കഴുകുമെങ്കിലും സമൂഹത്തിൽ ഇത് ചർച്ചയ്ക്ക് വെക്കുകയാണ് ഇക്കൂട്ടർ ചെയ്യുന്നത്. ഞങ്ങൾ നിശ്ചയിക്കുന്ന അജണ്ടയിലേക്ക് സമുദായ നേതൃത്വത്തെ ബോധപൂർവം തള്ളിവിട്ട് അതിൻ്റെ ഊരാക്കുടുക്കിൽ അകപ്പെടുത്തുവാൻ ശ്രമിക്കുന്ന ക്രൂര വിനോദം സമസ്ത നേതാക്കൾ മുൻ നിശ്ചയിച്ച യോഗ തീരുമാനപ്രകാരം സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയെ കാണാൻ പോകുന്നത് പോലും വാർത്തയാക്കുന്നത് നേതാക്കളുടെ വ്യക്തിപരമായ കാര്യങ്ങൾക്ക് വേണ്ടി മുഖ്യമന്ത്രിയെ കാണുന്നു, ഇത് സമുദായത്തെ ഒറ്റുകൊടുക്കലാണ് എന്ന രീതിയിലൊക്കെ വാർത്തകൾ പടച്ചുണ്ടാക്കുകയും അത് പ്രചരിപ്പിക്കുകയും അതിൽ ആനന്ദം കാണുകയും ചെയ്യുകയുമാണ് ഇക്കൂട്ടർ. ഇതിൽ മാധ്യമങ്ങളെല്ലാം ഒരേ രീതിയിൽ പല മാധ്യമങ്ങളും മുന്നോട്ട് പോവുകയും ചെയ്യുന്നുണ്ട്, അതും വസ്തുതയാണ്. ചില റിപ്പോർട്ടർമാരെന്ന് പറയപ്പെടുന്നവർ വാർത്താ റിപ്പോർട്ടിങ്ങിന് പുറമെ തങ്ങളുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ വഴിയും സമസ്തയെയും അതിൻ്റെ നേതാക്കളെയും പരസ്യമായി അവഹേളിക്കുകയും ചെയ്യുന്നത് തുടരുകയാണ്. ചില പ്രത്യേക കോക്കസ് ഗ്രൂപ്പുകൾ കേരളത്തിലെ മാധ്യമ പ്രവർത്തകരിൽ ചിലരെ തങ്ങളുടെ അജണ്ടകൾ നടപ്പിലാക്കാൻ വാടകക്കെടുത്തുകൊണ്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇത് മാധ്യമധർമ്മത്തിൽ നിന്നും ഇത്തരക്കാർ വ്യതിചലിച്ചു എന്നതിൻ്റെ നേർ ഉദാഹരണം കൂടിയാണ്. വഹാബി ആശയങ്ങൾക്ക് കേരളത്തിൽ വേരൂന്നാൻ മുഖ്യധാര മുസ്ലിങ്ങൾക്കും സംഘടനകൾക്കും ഇടയിലെ ഐക്യം ആദ്യം തകരണമെന്ന അജണ്ട വഹാബി മൗദൂദി ആശയങ്ങൾക്ക് എന്നും ഉണ്ടായിട്ടുണ്ട്. അതിനവർ വിദ്യാഭ്യാസവും രാഷ്ട്രീയവും ആതുര സേവനവും പോലും മറയാക്കുന്നുമുണ്ട്. ഒരു നുണ 100 വട്ടം ആവർത്തിച്ചാൽ സത്യമാകുമെന്ന് വിശ്വസിക്കുന്ന അല്ലെങ്കിൽ വിശ്വസിപ്പിക്കുന്ന ഗീബൽസിയൻ തന്ത്രങ്ങൾ അണിയറയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. മാധ്യമവും രാഷ്ട്രീയവും രാഷ്ട്രീയക്കാരിലെയും മാധ്യമപ്രവർത്തകരിലെയും ചിലരും ചേർന്നാൽ ഇത് വേവിച്ചെടുക്കാമെന്നാണ് ഇക്കൂട്ടരുടെ മനപ്പായസം. എന്നാൽ സത്യവും ധർമ്മവും നീതിയും പരാജയപ്പെടണമെങ്കിൽ ലോകത്ത് സത്യം എന്ന വാക്ക് തന്നെ ഇല്ലാതെയാകണം. എല്ലാ അജണ്ടകളും തുറന്നു കാണിക്കപ്പെടുന്ന ഒരു നാൾ വരുമെന്ന് വിശ്വസിക്കാതിരിക്കാൻ നമുക്കെങ്ങനെ കഴിയും?